ശ്രുതി, ഞാൻ ഡെന്റൽ ഡോക്ടറാണ്. ഞാൻ ഹോസ്റ്റലിൽ നിന്നായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തൊന്നും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ പോയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ് വേറൊരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എനിക്കൊരു ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വന്നു. ആ സമയത്ത് കുറച്ച് കാലം കഴിഞ്ഞ് അവിടെ ദിവസവും നിരന്തരം പഠിക്കേണ്ടിയുള്ള ഒരു സാഹചര്യമായിരുന്നു. കാരണം വേറെ ഒന്നിനും നമുക്ക് പോകാൻ പറ്റില്ല, വേറെ ഹോസ്പിറ്റലുകളിൽ ചെക്ക് ചെയ്യാനോ അങ്ങനെയൊന്നുമില്ല. ആ ഒരു സാഹചര്യത്തിൽ എനിക്കൊരു പനി വന്നു. പനി വന്നത് കടുത്ത തലവേദനയോട് കൂടി വന്ന ഒരു പനിയാണ്. ആദ്യം തന്നെ എനിക്ക് തോന്നി, അയ്യോ പനി പാടിയോ, കാരണം എനിക്കൊരു മരുന്ന് ചേരില്ല, അലർജിയാണ്. ദൈവത്തിന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ അന്നേരം ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് അമ്മ പറഞ്ഞു, ഞാൻ എടുത്തതായാലും നീ എടുത്തതായാലും നമ്മുടെ കൃപാസന അമ്മ കൂടെയുണ്ട്, നീ പ്രാർത്ഥിക്ക്. പിറ്റേ ദിവസം അമ്മ വന്ന് എന്നെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പനി കുറയുന്നില്ല. ഞങ്ങൾ ചേരുന്ന ഒരു മരുന്ന് കഴിച്ചു നോക്കി, പക്ഷെ പനി കുറവില്ല. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡെങ്കി ഫീവറാണ്, നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്, ഇതിനധികം മരുന്നുകളില്ല, ഉണ്ടെങ്കിൽ തന്നെ കുട്ടിക്ക് ചേരുമോയെന്നറിയില്ല, കാരണം അലർജിയാണ്. അപ്പം തന്നെ അമ്മ കൃപാസന മാതാവിനെ അവിടെ വെച്ച് തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങി. ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഡോക്ടർ പറഞ്ഞു കൗണ്ട് കുറയാതെ നോക്കണം, ഇനി കുറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിറ്റ് ആക്കേണ്ടി വരും, ICUലാക്കേണ്ടി വരും, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞയച്ചു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം അമ്മ നിരന്തരം, അതായത് അന്ന് മുതൽ രാത്രി അമ്മ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ അമ്മയുടെ കാശുരൂപം കയ്യിൽ തരും, അതും പിടിച്ചുകൊണ്ട് വേണം ഉറങ്ങാനെന്ന് പറഞ്ഞ്, പിന്നെ അമ്മയുടെ ഉപ്പും എണ്ണയും ദിവസവും എല്ലാ നേരവും എൻ്റെ മേൽ പ്രയോഗിച്ചു. അമ്മ, ഞാൻ ഉപ്പ് എല്ലാ ദിവസവും വെള്ളത്തിലിട്ട് കഴിക്കും, ഉടമ്പടി തൈലം നെറ്റിയിൽ പുരട്ടും. അതല്ലാതെ വേറൊരു ചികിത്സാവിധി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത്രയ്ക്കും ഞങ്ങൾക്ക് വിശ്വാസമായിരുന്നു എൻ്റെ അമ്മയെ. കാരണം ആ ഒരു സമയത്തോടു കൂടി അമ്മ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കൃപാസന മാതാവ് തിരുക്കുമാരനോട് മധ്യസ്ഥ അപേക്ഷിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ആ വിശ്വാസത്തിൽ തന്നെയായിരുന്നു ഞാൻ എൻ്റെ രോഗത്തിനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചത്. ഒരാഴ്ച കഴിഞ്ഞതും ഞങ്ങൾ വീണ്ടും കൗണ്ട് ചെക്ക് ചെയ്യാൻ പോയി. വേറൊരു മരുന്നും ചെയ്തിട്ടില്ല, സത്യമാണ് പറയുന്നത്, വേറൊരു മരുന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. വേറൊരു മരുന്നും എനിക്ക് ചേരുകയില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോഴേക്കും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടി. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എന്ത് പറഞ്ഞറിയിക്കണമെന്ന് അറിയില്ല. കാരണം ചികിത്സയില്ലാതെ ഇത് എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു ഡോക്ടറാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ദൈവമാണ് ഏറ്റവും വലിയ വൈദ്യൻ. എൻ്റെ കൃപാസന അമ്മ തന്നെയാണ് എന്നെ രക്ഷിച്ചത്.